പ്ലസ് ടു മാത്തമാറ്റിക്സിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് പുതിയൊരു ചാപ്റ്ററാണ്, അപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ്. ഇതിലെ ഫോക്കസ് ഏരിയയുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിലെ ആദ്യത്തെ സെക്ഷനാണ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞ ഭാഗം, സെക്ഷൻ 6.2. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ക്വാണ്ടിറ്റീസിൽ നമ്മൾക്ക് ആകെ അറിഞ്ഞിരിക്കേണ്ടത്, ഒരു ഫംഗ്ഷൻ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡെറിവേഷൻ എന്ന് പറയുന്നതിനെ പല രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യാം എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതായത് y = f(x) എന്ന് പറഞ്ഞാണ് തരുന്നതെങ്കിൽ dy/dx എന്ന് പറഞ്ഞോ അല്ലെങ്കിൽ f'(x) എന്ന് പറഞ്ഞോ നമ്മൾക്ക് ഡെറിവേഷനെ ഡിനോട്ട് ചെയ്യാം. ഈ dy/dx എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഡെറിവേറ്റീവ് ഓഫ് y വിത്ത് റെസ്പെക്ട് ടു x എന്ന് പറഞ്ഞ ആശയമാണ്. ഇത് പറയുമ്പോൾ തന്നെ അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിപ്പോയി നമ്മൾ അതിൻ്റെ മീനിങ് മനസ്സിലാക്കുമ്പോൾ dy/dx എന്ന് പറഞ്ഞാൽ y എന്ന് പറയുന്നതിനെ x എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാകുന്ന ചേഞ്ചിൻ്റെ റേറ്റിനെയാണ് dy/dx എന്ന് പറയുക. അതായത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് y വിത്ത് റെസ്പെക്ട് ടു x. ഇത് തന്നെയാണ് f'(x) എന്നതുകൊണ്ടും അർത്ഥമാക്കുന്നത്. ഇനി dy/dx എന്ന് പറയുന്ന ആശയം ഒരു പർട്ടിക്കുലർ പോയിന്റിൽ കാണാൻ വേണ്ടി പറഞ്ഞാൽ dy/dx അറ്റ് x = x0 എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്യാം, അല്ലെങ്കിൽ f'(x0) എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്യാം. അപ്പോൾ അത് റെപ്രസെന്റ് ചെയ്യുന്നത് എന്താണ്? ഡെറിവേറ്റീവ് ഓഫ് y വിത്ത് റെസ്പെക്ട് ടു x = x0. ഒരു പർട്ടിക്കുലർ കേസ് മാത്രമാണ് നമ്മളവിടെ എടുക്കുന്നത്. നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ ഈ ഒരു സെക്ഷനിലുടനീളം നമുക്കൊരു പർട്ടിക്കുലർ പോയിന്റിലാണ് മിക്കവാറും നമുക്ക് ഡെറിവേഷൻ എന്ന് പറയുന്നതിൻ്റെ ആശയം കണ്ടെത്തേണ്ടി വരിക. അത് ചിലപ്പോൾ റേഡിയസിലായിരിക്കാം, അല്ലെങ്കിൽ അതിൻ്റെ സൈഡിൻ്റെ ലെങ്ത്തുമായി ബന്ധപ്പെട്ടിട്ടായിരിക്കാം. എന്തായാലും ഒരു പർട്ടിക്കുലർ കേസിലാണ് നമുക്ക് കൂടുതലും ക്വസ്റ്റ്യൻസുകളിൽ നമുക്ക് ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ ഈ മീനിങ് ഒന്ന് മനസ്സിലാക്കുക. ഒരു ഫംഗ്ഷൻ തന്നുകഴിഞ്ഞാൽ ഡെറിവേഷൻ കണ്ടുപിടിക്കാൻ അറിയണം. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട്, കഴിഞ്ഞ ചാപ്റ്ററുകളിലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. അതിലെ സിമ്പിൾ ഡെറിവേഷൻസുകൾ മാത്രമേ ഇവിടെ വരികയുള്ളൂ. മനസ്സിലാക്കേണ്ട രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ബോർഡിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ആ രണ്ട് കാര്യങ്ങൾ തന്നെയാണ് ഇത്രയും നേരം നമ്മൾ പറയുകയും ചെയ്തത്. ഇനി ബോർഡിൽ എഴുതിയതിലൂടെ ജസ്റ്റ് ഒന്ന് പെട്ടെന്നൊന്ന് കണ്ടുപിടിച്ച് പോവാം. dy/dx or f'(x) represents the rate of change of y with respect to x. dy/dx എന്ന് പറയുന്നതോ അല്ലെങ്കിൽ f'(x) എന്ന് പറയുന്നതോ റെപ്രസെന്റ് ചെയ്യുന്നത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് y വിത്ത് റെസ്പെക്ട് ടു x എന്നാണ്. ഇത് തന്നെയാണ് മുൻപേ പറഞ്ഞത്. dy/dx അറ്റ് x = x0, അങ്ങനെയാണ് അത് വായിക്കേണ്ടത്. ഓർ f'(x0) represents the rate of change of y with respect to x at x = x0. അവിടെ x എന്ന് പറയുന്നത് x0 ആകുമ്പോഴുള്ള ചേഞ്ചിൻ്റെ റേറ്റ് മാത്രമേ അവിടെ നമ്മൾ എടുക്കുന്നുള്ളൂ. മറ്റേതാകുമ്പോൾ മൊത്തം ചേഞ്ചിൻ്റെ റേറ്റാണ് നമ്മളവിടെ നോക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ചോദ്യങ്ങളിലേക്കൊന്ന് പോയി നോക്കാം. അതിൽ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് ഒന്ന് ശ്രദ്ധിക്കുക. Find the rate of change of the area of a circle per second with respect to its radius r when r = 5 cm. അതായത് നമുക്ക് ഒരു സർക്കിളിൻ്റെ ഏരിയയ്ക്കുണ്ടാകുന്ന ചേഞ്ചിൻ്റെ റേറ്റാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അത് റേഡിയസ് 5 cm ആകുമ്പോഴുള്ള ചേഞ്ച് മാത്രമാണ് നമുക്കവിടെ നോക്കാനുള്ളത്. പിന്നെ ഈ ചേഞ്ച് നോക്കുമ്പോൾ തന്നെ വിത്ത് റെസ്പെക്ട് ടു ടൈം ആണോ വിത്ത് റെസ്പെക്ട് ടു റേഡിയസ് ആണോ എന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകം നോക്കണം. റേഡിയസ് ആണ് വിത്ത് റെസ്പെക്ട് എന്ന് പറഞ്ഞ ആശയത്തിൽ വരുന്നതെങ്കിൽ അത് കൃത്യമായി നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ വേണ്ടി പറ്റും, അല്ലെങ്കിൽ അത് ടൈമുമായി ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നു. ഇവിടെ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും, ഏരിയ ഓഫ് സർക്കിൾ പെർ സെക്കൻഡ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഏരിയ എന്ന് പറയുന്നത് എന്തുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ട്? സെക്കൻഡുമായി കണക്ട് ചെയ്തിട്ടാണ് നിലനിൽക്കുന്നത്. അപ്പോൾ നമ്മളത് ആൻസർ കണ്ടക്ട് ചെയ്തതിന് ശേഷം സെക്കൻഡുമായി കണക്ട് ചെയ്തിട്ടാണ് ഏരിയയുടെ കാര്യം പറയുക. പക്ഷേ നമ്മുടെ ഡെറിവേഷൻ എന്ന് പറഞ്ഞ കാര്യത്തിലേക്ക് പോകുമ്പോൾ ഈ പാർട്ടാണ് പ്രധാനം. വിത്ത് റെസ്പെക്ട് ടു ഇറ്റ്സ് റേഡിയസ് ആർ. റേഡിയസ് എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഡെറിവേഷൻ എന്ന് പറഞ്ഞ കാര്യം നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ചുരുക്കത്തിൽ നമുക്ക് ഏരിയയ്ക്ക് ഉണ്ടാകുന്ന റേറ്റ് ഓഫ് ചേഞ്ച് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അത് ആർ എന്ന് പറയുന്നത് 5 cm ആകുമ്പോഴുള്ളത് മാത്രമേ നമ്മൾ എടുക്കേണ്ടതുള്ളൂ. നമുക്കറിയാം, ഒരു സർക്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഫോർമുല എന്താ വരിക? πr². കണ്ടെത്താനുള്ള കാര്യം എന്താണ്? dA/dr ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. വിത്ത് റെസ്പെക്ട് ടു റേഡിയസ് ആണ്. ഓക്കെ, അതായത് d/dr ഓഫ് πr². ഇതിലെ പൈ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്, മാറ്റി എഴുതി.
ആർ സ്ക്വയർ എന്ന് പറയുന്നതിൻ്റെ ഡെറിവേഷൻ വിത്ത് റെസ്പെക്ട് ടു ആറിൽ ചെയ്യുമ്പോൾ 2r ആണ് വരിക. കാരണം എക്സ് സ്ക്വയർ വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ചെയ്യുമ്പോൾ 2x ആണെന്ന് ഫോർമുല എഴുതി വെച്ചിട്ടുണ്ട്. അതേപോലെ നമുക്ക് എന്ത് പറയാം, ആർ സ്ക്വയറിൻ്റെ ഡെറിവേഷൻ എന്ന് പറയുന്നത് 2r ആണ്. അതായത് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് 2πr. ഇത് ശരിക്ക് dA/dr എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏരിയയ്ക്ക് ഉണ്ടാകുന്ന മൊത്തം ചേഞ്ചാണ്. നമുക്കിവിടെ ഒരു പർട്ടിക്കുലർ കേസിൽ മാത്രമേ ആവശ്യമുള്ളൂ. അതായത് dA/dr അറ്റ് r ഈക്വൽ ടു 5 സെൻറ്റിമീറ്റർ. ഇവിടെ ഇതാണ് നമുക്ക് ചെയ്യേണ്ടതുള്ളൂ. അപ്പം നമുക്ക് ഈ കിട്ടിയ ആൻസറിൽ ആറിന് എന്ത് കൊടുക്കുക, 5 എന്ന് പറഞ്ഞാൽ അപ്ലൈ ചെയ്യാം. 2π × 5 വിച്ച് ഇസ് ഈക്വൽ ടു 10π. ഏരിയ ആയതുകൊണ്ട് എന്താ വരിക, സെൻറ്റിമീറ്റർ സ്ക്വയറാ വരിക, പെർ സെക്കൻഡ് എന്ന് പറഞ്ഞ ആശയം വരുന്നു. അപ്പോൾ ഇതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റേഡിയസ് 5 സെൻറ്റിമീറ്റർ ആകുമ്പോൾ ഏരിയയ്ക്ക് ഉണ്ടാകുന്ന ചേഞ്ച് എന്ന് പറയുന്നത് സെക്കൻഡിൽ 10π സെൻറ്റിമീറ്റർ സ്ക്വയർ അതിന് ചേഞ്ച് ഉണ്ടായിരിക്കും. ഇതാണ് നമുക്കവിടെ കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. തൊട്ട് മുന്നേ നമ്മൾ ചെയ്ത ചോദ്യത്തിൽ റേഡിയസ് 5 സെൻറ്റിമീറ്റർ ആകുമ്പോൾ ഒരു സർക്കിളിൻ്റെ ഏരിയയ്ക്ക് ഉണ്ടാകുന്ന ചേഞ്ചാണ് നമ്മൾ കണ്ടെത്തിയത്. അതുപോലെ റേഡിയസ് 3 സെൻറ്റിമീറ്റർ ആവുക, റേഡിയസ് 4 സെൻറ്റിമീറ്റർ ആവുക, അപ്പോഴൊക്കെ സർക്കിളിൻ്റെ ഏരിയയ്ക്ക് ഉണ്ടാകുന്ന ചേഞ്ചുമായി ബന്ധപ്പെട്ട ചോദ്യം എക്സസൈസിലെ ഒന്നാമത്തെ ക്വസ്റ്റൻ ആയിട്ട് നിങ്ങൾക്ക് കാണാം. അത് നിങ്ങളിനി വർക്ക് ചെയ്ത് നോക്കുക. നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് മൂവ് ചെയ്യാണ്. ആ ചോദ്യമാണ് നിങ്ങൾ ബോർഡിൽ നോക്കിയാൽ കാണുന്നത്. The radius of a circle is increasing uniformly at the rate of 3 centimeter per second. ഒരു സർക്കിളിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് യൂണിഫോം ആയിട്ട് എന്ത് ചെയ്യാണ്, ഇൻക്രീസ് ചെയ്യാണ്. അതായത് ഒരേപോലെ ഇൻക്രീസ് ചെയ്യുകയാണ്. ഇൻക്രീസ് ചെയ്യുന്നത് സെക്കൻഡിൽ 3 സെൻറ്റിമീറ്റർ വെച്ചിട്ടാണ് ഇൻക്രീസ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ റേറ്റ് അറ്റ് വിച്ച് ദ ഏരിയ ഓഫ് ദ സർക്കിൾ ഈസ് ഇൻക്രീസിങ് വെൻ ദ റേഡിയസ് ഈസ് 10 സെൻറ്റിമീറ്റർ. സർക്കിളിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് 10 സെൻറ്റിമീറ്റർ ആകുമ്പോൾ ആ സർക്കിളിൻ്റെ ഏരിയയ്ക്കുണ്ടാകുന്ന ചേഞ്ചിൻ്റെ റേറ്റ് ആണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, കണ്ടെത്താനുള്ളത്. അപ്പോൾ ഇവിടെയും നമുക്ക് എന്ത് കാര്യം അറിയാം, ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, സർക്കിളിൻ്റെ ഏരിയ അല്ലേ. ഫോർമുല എന്ത് വരും, πr² എന്ന് പറഞ്ഞ കാര്യമാണ് വരുന്നത്. ഇനി ഇവിടെ തന്ന കാര്യത്തിലേക്കൊന്ന് പോകാൻ നിങ്ങൾ, റേഡിയസിനുണ്ടാകുന്ന ചേഞ്ച് സെക്കൻഡിൽ 3 സെൻറ്റിമീറ്റർ ആണ് എന്ന് പറഞ്ഞാൽ അത് ടൈമുമായി ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഗിവൺ കണ്ടീഷൻ നമുക്ക് പറയാൻ പറ്റുന്നത് എന്താണ്, dr/dt എന്ന് പറയുന്നത് 3 സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ് ആണ്. dr/dt എന്ന് പറഞ്ഞാൽ എന്താണ്, ടൈമിൻ്റെ അടിസ്ഥാനത്തിൽ റേഡിയസിന് ഉണ്ടാകുന്ന ചേഞ്ച് അത് നമുക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് 3 സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ അവിടെ എഴുതിയിരിക്കുന്നത്. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത് എന്താണ്, ഏരിയയ്ക്ക് ഉണ്ടാകുന്ന ചേഞ്ചാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്കിവിടെ കണ്ടെത്താനുള്ളത് എന്താണ്, dA/dt ആണ് കാണാനുള്ളത്. കാരണം റേഡിയസ് ടൈമിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് പറഞ്ഞു പോകുന്നത്. അങ്ങനെയാണെങ്കിൽ ഏരിയയും എന്തിനെ ഡിപ്പെൻഡ് ചെയ്തേ പറയാൻ പറ്റൂ, ടൈമിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടേ നമുക്ക് പറയാൻ വേണ്ടി പറ്റുകയുള്ളൂ. അപ്പോൾ dA/dt എന്ന് പറഞ്ഞ കാര്യം ചെയ്യണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്, d/dt ഓഫ് πr². പക്ഷേ ഇവിടെ ടിയിലാണ് ചെയ്യേണ്ടത്. ഈ r എന്ന് പറയുന്ന ആശയത്തിലാണ് ഇവിടെ കിടക്കുകയും ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിൻ്റെ ഡെറിവേഷൻ നടത്തണം എന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ച ചെയിൻ റൂൾ എന്ന് പറഞ്ഞ ആശയം ഒന്ന് അവിടെ അപ്ലൈ ചെയ്യാം. എങ്ങനെ അപ്ലൈ ചെയ്യാം, d/dr ഓഫ് πr² ഇൻറ്റു dr/dt. ഈ dr ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും, d/dt ഓഫ് πr² എന്ന് പറഞ്ഞ ആശയം വരികയും ചെയ്യും. ഇപ്പം നമുക്ക് ഡെറിവേഷൻ ചെയ്യാനും എളുപ്പമാണ്. അതിന് വേണ്ടിയാണ് ചെയിൻ റൂൾ ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു രീതിയിൽ നമ്മൾ കണക്ട് ചെയ്തത്. ഇതിലെ φ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്, r²ന്റെ ഡെറിവേഷൻ 2r എന്ന് പറഞ്ഞ കാര്യമാണ്, ഇൻറ്റു dr/dt എത്രയാണ് തന്നിട്ടുണ്ട്, 3 സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ് ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ അതിന് പകരം ഞാൻ 3 അപ്ലൈ ചെയ്തിട്ടുണ്ട്. മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് എത്ര വരും, 6πr എന്ന് പറയുന്ന കാര്യം വരുന്നു. ഇത് ടൈമിൻ്റെ അടിസ്ഥാനത്തിൽ ഏരിയയ്ക്കുണ്ടാകുന്ന മൊത്തം ചേഞ്ചാണ്. നമുക്കിവിടെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, റേഡിയസ് 10 സെൻറ്റിമീറ്റർ ആകുമ്പോഴുള്ള ഏരിയയുടെ ചേഞ്ച് മാത്രം മതി. അങ്ങനെയാണെങ്കിൽ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് കാണേണ്ടത് എന്താ, dA/dt അറ്റ് r is equal to 10 സെൻറ്റിമീറ്റർ ഈക്വൽ ടു 6π ഇൻറ്റു റേഡിയസിന് പകരം 10 എന്ന് പറയുന്ന കാര്യം കൊടുക്കുന്നു, വിച്ച് ഇസ് ഈക്വൽ ടു 60π. ഏരിയ ആണ് സെൻറ്റിമീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ്. അതായത് റേഡിയസ് 10 സെൻറ്റിമീറ്റർ ആകുമ്പോൾ ഏരിയയ്ക്ക് ഉണ്ടാകുന്ന ചേഞ്ചിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും, സെക്കൻഡിൽ 60π സെൻറ്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും. അടുത്ത ചോദ്യത്തിലേക്കൊന്ന് ശ്രദ്ധിക്കുക. An edge of a variable cube is increasing at the rate of 3 സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ്. ഒരു ക്യൂബ് എന്ന് പറയുന്നതിന്, ക്യൂബിൻ്റെ പ്രത്യേകത എന്താണ്, നീളവും വീതിയും ഉയരവും ഒക്കെ എന്താണ്, ഒരേപോലെയാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ ആ ക്യൂബിൻ്റെ എഡ്ജ് എന്ന് പറയുന്നത് നമ്മൾ x സെൻറ്റിമീറ്റർ ആയിട്ട് എടുക്കുക.
അത് ഇൻക്രീസ് ചെയ്യുന്ന റേറ്റ് നമുക്ക് തന്നിട്ടുണ്ട് 3 സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തന്നെ ഓർമ്മയിൽ വെക്കുക, സെക്കൻഡിൽ 3 സെൻറ്റിമീറ്റർ ആണ്. അതായത് dx/dt ആണ് നമുക്ക് തന്നിരിക്കുന്നത് 3 സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ്. നമുക്കൊരു ചോദ്യം വരുന്നത്, ഹൗ ഫാസ്റ്റ് ഈസ് ദ വോളിയം ഓഫ് ദ ക്യൂബ് ഇൻക്രീസിങ് വെൻ ദ എഡ്ജ് ഈസ് 10 സെൻറ്റിമീറ്റർ ലോ. ആ എഡ്ജ് എന്ന് പറയുന്നത് 10 സെൻറ്റിമീറ്റർ ആകുമ്പോൾ അതിൻ്റെ വോളിയത്തിനുണ്ടാകുന്ന ചേഞ്ച് എന്ന് പറയുന്ന കാര്യമാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അത് എത്ര കണ്ട് ഇൻക്രീസിങ് ചെയ്തു. അപ്പോൾ എഡ്ജ് ഇൻക്രീസിങ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ റേറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എഡ്ജ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ വോളിയം എന്ന് പറയുന്ന ആശയം എന്തുണ്ടാവും, വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഇൻക്രീസിങ്ങിൻ്റെ റേറ്റ് ആണ് നമുക്കിവിടെ കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ ഗിവൺ കണ്ടീഷൻ എന്താ, മുൻപ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു, dx/dt എന്ന് പറയുന്നത് 3 സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ് ആണ്. നമുക്കറിയാം ക്യൂബിൻ്റെ വോളിയം എന്ന് പറയുന്നത് എക്സ് ക്യൂബാണ് വരിക. അതായത് എഡ്ജിൻ്റെ ലെങ്ത് നമ്മൾ എക്സ് ആണ് എടുത്തിരിക്കുന്നത്, എല്ലാ ലെങ്ത്തുകളും ഒരുപോലെയാണ് വരിക. അപ്പോൾ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആണ് വരിക. എക്സ് ഇൻറ്റു എക്സ് ക്യൂബ് എന്ന് പറഞ്ഞ ആശയം വരുന്നു. ഓക്കെ, വോളിയം എന്ന് പറയുന്ന എക്സ് ക്യൂബ് ആണ് വരിക. നമുക്ക് വേണ്ടത് വോളിയത്തിൻ്റെ ചേഞ്ച് ആണ്, അത് ടൈമിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ്. അപ്പോൾ dv/dt ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. dv/dt എന്ന് പറഞ്ഞാൽ എന്താണ്, d/dt ഓഫ് എക്സ് ക്യൂബ് എന്ന് പറഞ്ഞ ആശയമാണ്. തൊട്ട് മുന്നത്തെ അതേ പ്രശ്നം വീണ്ടും ഇവിടെ വരുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ ചെയിൻ റൂൾ അപ്ലൈ ചെയ്തുകൊണ്ട് d/dx ഓഫ് എക്സ് ക്യൂബ് ഇൻറ്റു dx/dt രണ്ടും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ d/dt ഓഫ് എന്ന് പറഞ്ഞ ആശയം കിട്ടുന്നു. എക്സ് ക്യൂബ് എന്ന് പറയുന്നതിൻ്റെ ഡെറിവേഷൻ 3x² ഇൻറ്റു dx/dt എന്ന് പറയുന്നത് തൊട്ട് മുകളിൽ നമുക്ക് തന്നിട്ടുണ്ട് 3 സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ് ആണ് തന്നിട്ടുണ്ട്. അതുകൊണ്ട് 3x² ഇൻറ്റു 3 അതായത് 9x². അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് വോളിയത്തിൻ്റെ മൊത്തം ചേഞ്ചാണ്. നമുക്ക് വേണ്ടത് എഡ്ജ് 10 സെൻറ്റിമീറ്റർ ആകുമ്പോഴുള്ള ചേഞ്ച് മാത്രമേ ആവശ്യമുള്ളൂ. അങ്ങനെയാണെങ്കിൽ dv/dt അറ്റ് എക്സ് is equal to 10 സെൻറ്റിമീറ്റർ ആണ് കാണാനുള്ളത്. നേരിട്ട് എക്സിന് എന്ത് കൊടുക്കാം, അപ്ലൈ ചെയ്യാം. 9 × 10² which is equal to 900 സെൻറ്റിമീറ്റർ ക്യൂബ് പെർ സെക്കൻഡ്. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താണ്, എഡ്ജ് എന്ന് പറയുന്നത് 10 സെൻറ്റിമീറ്റർ ആകുമ്പോൾ അതിൻ്റെ വോളിയത്തിനുണ്ടാകുന്ന ചേഞ്ച് എന്ന് പറയുന്നത് സെക്കൻഡിൽ 900 സെൻറ്റിമീറ്റർ ക്യൂബാണ് ചേഞ്ച് ഉണ്ടാകുന്നത്. അടുത്ത ചോദ്യം ഒന്ന് ശ്രദ്ധിക്കുക. എ സ്റ്റോൺ ഈസ് ഡ്രോപ്ഡ് ഇൻ ടു എ ക്വയറ്റ് ലേക്ക് ആൻഡ് വേവ്സ് മൂവ് ഇൻ സർക്കിൾസ് അറ്റ് ദ സ്പീഡ് ഓഫ് 5 സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ്. അതായത് നമ്മൾ ആലോചിക്കേണ്ട കാര്യത്തിലേ ഉള്ളൂ, ഓളങ്ങളൊന്നും അലയടിക്കാത്ത ഒരു ശാന്തമായി നിൽക്കുന്നൊരു കുളത്തിലേക്ക് ഒരു കല്ലെടുത്തിടുകയാണ്. കല്ലെടുത്തിടുമ്പോൾ അതിൻ്റെ വേവ്സുകൾ എന്ന് പറയുന്നത് സർക്കുലാർ വേവ്സുകളാണ് ഉണ്ടാവുക. ആ സർക്കുലാർ വേവ്സുകളുടെ റേഡിയസിന് ഉണ്ടാകുന്ന ചേഞ്ച് ഇവിടെ നമുക്ക് പറഞ്ഞിട്ടുണ്ട്, അത് 5 സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ് ആണ്. അറ്റ് ദ ഇൻസ്റ്റന്റ് when the radius of the circular wave is 8 സെൻറ്റിമീറ്റർ. അങ്ങനെ ആ റേഡിയസിന് വ്യത്യാസം അങ്ങനെ വന്നുകൊണ്ടിരിക്കും. ആദ്യം ചെറിയ റേഡിയസ് ആണ് വരിക, പിന്നെ അതിനേക്കാൾ കൂടുതൽ വരും, പിന്നെ അതിനേക്കാൾ കൂടുതൽ വരും. അങ്ങനെ അത് അവസാനം ചെന്നിട്ട് എന്ത് ചെയ്യും, തീരങ്ങളിൽ ചെന്ന് തട്ടുകയും ചെയ്യും. ആ രീതിയിലാണ് ആ ഒരു കാര്യം അവിടെ ഉണ്ടാവുന്നത്. നമുക്കിവിടെ വേണ്ടത് സർക്കിൾ എന്ന് പറയുന്നതിൻ്റെ റേഡിയസ് അല്ലെങ്കിൽ സർക്കുലാർ വേവ് എന്ന് പറയുന്നതിൻ്റെ റേഡിയസ് 8 സെൻറ്റിമീറ്റർ ആകുമ്പോൾ അതിൻ്റെ എൻക്ലോസ്ഡ് ഏരിയ എത്ര കണ്ട് ഇൻക്രീസ് ചെയ്യും എന്നുള്ളതാണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ നമ്മുടെ ഗിവൺ കണ്ടീഷനിലേക്ക് പോകുമ്പോൾ നമുക്കറിയാവുന്ന കാര്യം എന്താ, റേഡിയസിനുണ്ടാകുന്ന ചേഞ്ച് dr/dt തന്നിട്ടുണ്ട്, 5 സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ് തന്നിട്ടുണ്ട്. നമുക്കറിയാം ഏരിയ എന്ന് പറയുന്ന കാര്യം സർക്കുലാർ വേവ് ആയതുകൊണ്ട് ഏരിയ എത്രയായിരിക്കും, πr² ആയിരിക്കും. കണ്ടെത്താനുള്ള കാര്യം എന്താണ്, dA/dt ആണ് കണ്ടുപിടിക്കാനുള്ളത്. d/dt ഓഫ് πr² ആണ് വരുന്നത്. ചെയിൻ റൂൾ ഉപയോഗിച്ചാലേ ഡെറിവേഷൻ ചെയ്യാൻ പറ്റുകയുള്ളൂ. അതിനുവേണ്ടി d/dr ഓഫ് πr² ഇൻറ്റു dr/dt which is equal to π ഇൻറ്റു r²ൻ്റെ ഡെറിവേഷൻ 2r വരും ഇൻറ്റു dr/dt എന്ന് പറയുന്നത് 5 ആണ്. അപ്പോൾ 10πr ആണ് നമുക്ക് കിട്ടുന്നത്. ഇവിടെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് റേഡിയസ് 8 സെൻറ്റിമീറ്റർ ആകുമ്പോഴുള്ള കാര്യം മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ dA/dt at r is equal to 8 സെൻറ്റിമീറ്റർ which is equal to 10π into 8 80π സെൻറ്റിമീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ്. അപ്പോൾ എത്ര കണ്ട് ഇൻക്രീസിങ് ഉണ്ടാവും, സെക്കൻഡിൽ 80π സെൻറ്റിമീറ്റർ സ്ക്വയർ അതിന് എന്ത് വരും, ഇൻക്രീസിങ് സംഭവിച്ചുകൊണ്ടിരിക്കും. അടുത്ത ചോദ്യത്തിലേക്ക് ഒന്ന് ശ്രദ്ധിക്കുക. The volume of a cube is increasing at the rate of 8 സെൻറ്റിമീറ്റർ ക്യൂബ് പെർ സെക്കൻഡ്.
വോളിയത്തിനുണ്ടാകുന്ന ഒരു ക്യൂബിൻ്റെ വോളിയത്തിനുണ്ടാകുന്ന ചേഞ്ചിൻ്റെ റേറ്റ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. 8 cm3/s ആണ്. അതായത് dV/dt നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഹൗ ഫാസ്റ്റ് ഈസ് ദ സർഫസ് ഏരിയ ഇൻക്രീസിങ് വെൻ ദ ലെങ്ത് ഓഫ് ആൻ എഡ്ജ് ഈസ് 12 cm? ആ ക്യൂബിൻ്റെ എഡ്ജിൻ്റെ ലെങ്ത് 12 cm ആകുമ്പോൾ അതിൻ്റെ സർഫസ് ഏരിയ എത്ര കണ്ട് ചേഞ്ച് ചെയ്തു എന്നുള്ളതാണ് നമുക്ക് കണ്ടെത്താനുള്ളത്. അപ്പോൾ ഇവിടെ ഗിവൺ കണ്ടീഷനിലേക്ക് പോകുമ്പോൾ dV/dt എന്ന് പറയുന്നത് 8 cm3/s എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. dV/dt എന്ന് പറയുന്നതിൽ V എന്ന് പറയുന്നത് വോളിയം ഓഫ് ക്യൂബ് എന്ന് പറയുന്ന ആശയം എന്താണ് വരുന്നത്? എക്സ് ക്യൂബ് എന്ന് പറഞ്ഞ കാര്യമാണ്. നമുക്ക് dV/dt 8 cm3/s ആണ് തന്നിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഈ സർഫസ് ഏരിയയുടെ റേറ്റ് ഓഫ് ചേഞ്ച് കാണുന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് dx/dt എന്ന് പറഞ്ഞ കാര്യം അപ്ലൈ ചെയ്യേണ്ടി വരും. അപ്പോൾ അത് കണ്ടെത്തണമെങ്കിൽ ആദ്യത്തെ കണക്ഷനിൽ നിന്ന് നമ്മൾ ആദ്യം dx/dt കണ്ടെത്തുക തന്നെ വേണം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു കാര്യം ചെയ്യാണ്. വോളിയം എക്സ് ക്യൂബ് ആണെന്ന് എനിക്കറിയാം. ഈ വോളിയത്തിൻ്റെ ചേഞ്ച് ബൈ ഫോർമുല പ്രകാരം ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാണ്. അതായത് dV/dt എന്ന് പറഞ്ഞാൽ d/dt ഓഫ് എക്സ് ക്യൂബ് എന്ന് പറഞ്ഞ കാര്യം വരുന്നു. ഇങ്ങനെ ഡെറിവേഷൻ പോസിബിൾ അല്ല. അപ്പോൾ നമ്മൾ അതിനെ ചെയിൻ റൂൾ അപ്ലൈ ചെയ്യുന്നു. d/dx ഓഫ് എക്സ് ക്യൂബ് ഇൻറ്റു dx/dt, അതായത് 3x² ഇൻറ്റു dx/dt. ഇത് നമ്മൾ ബൈ ഫോർമുലയിലൂടെ ചെയ്തപ്പോൾ കിട്ടിയതാണ്. ഇത് 8 ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ എന്ത് പറയാം? 3x² dx/dt ഈക്വൽ ടു 8. അതായത് dx/dt എന്ന് പറയുന്നത് 8/3x² ആയിരിക്കും. അപ്പോൾ ഫസ്റ്റ് കാര്യത്തിൽ നിന്ന് നമ്മൾ ഇത്രയും കണ്ടെത്തുക. അതിനുശേഷം സർഫസ് ഏരിയ എന്ന് പറയുന്നത് ക്യൂബിൻ്റെ സർഫസ് ഏരിയ ഞാൻ തൽക്കാലം A ആയിട്ട് എടുക്കുകയാണ്. ഫോർമുല പ്രകാരം എത്രയാണ് വരിക? 6x² ആണ് വരിക. നമുക്ക് ഇതിൻ്റെ ചേഞ്ച് ആണ് വേണ്ടത്. അതായത് dA/dt ആണ് നമുക്ക് കണ്ടെത്താനുള്ളത്. d/dt ഓഫ് 6x² ആണ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. അതായത് d/dx ഓഫ് 6x² ഇൻറ്റു dx/dt. അപ്പോൾ അതിൻ്റെ ഡെറിവേഷൻ പോസിബിൾ ആവുള്ളൂ. അപ്പോൾ ഡെറിവേഷൻ ചെയ്യാൻ സൗകര്യത്തിന് വേണ്ടി നമ്മൾ ചെയിൻ റൂൾ ഒന്ന് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് പറയാം 6 മൾട്ടിപ്ലിക്കേഷൻ വരുന്ന കോൺസ്റ്റന്റ് ആണ് മാറ്റി എഴുതി. x² ഡെറിവേഷൻ 2x ആണ് ഇൻറ്റു dx/dt എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ട് മുമ്പേ കണ്ടെത്തി കഴിഞ്ഞു 8/3x² ആണ്. ഇവിടെ നമ്മൾക്ക് 3 എന്ന് പറയുന്നത് 6മായി ക്യാൻസൽ ചെയ്യുമ്പോൾ 2 ടൈംസ് വരുന്നു. എക്സ് എന്ന് പറയുന്നത് x² ക്യാൻസൽ ചെയ്ത് കളയാം. മുകളിൽ 8 × 2 × 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 32 ഡിവൈഡഡ് ബൈ എക്സ്. ഇപ്പോൾ സർഫസ് ഏരിയക്ക് ഉണ്ടാകുന്ന മൊത്തം ചേഞ്ച് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് വേണ്ടത് എഡ്ജിൻ്റെ ലെങ്ത് 12 cm ആകുമ്പോഴുള്ള ചേഞ്ച് ആണ് ആവശ്യമുള്ളൂ. അപ്പോൾ നമ്മൾ ഫൈനൽ സ്റ്റെപ്പിലേക്ക് പോകുമ്പോൾ എന്ത് വരും? dA/dt അറ്റ് x is equal to 12 cm equal to 32/12 which is equal to രണ്ടിനെ നമുക്ക് 4 വെച്ച് ക്യാൻസൽ ചെയ്യാം. 4 വെച്ച് ക്യാൻസൽ ചെയ്യുമ്പോൾ 8 ടൈംസ് വരും, താഴെ 3 ടൈംസ് വരും. അത്രയും cm²/s ആണ് വരിക. അപ്പോൾ സെക്കൻഡിൽ 8/3 cm² ആണ് അതിനുണ്ടാകുന്ന ഇൻക്രീസിങ് റേറ്റ് എന്ന് പറഞ്ഞ ആശയം വരുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് ഒന്ന് ശ്രദ്ധിക്കാം. The length x of a rectangle is decreasing at the rate of 5 cm/min. ഒരു റെക്ടാങ്കിൾ എന്ന് പറയുന്നതിൻ്റെ ലെങ്ത് മിനിറ്റിൽ 5 cm വെച്ച് ഡിക്രീസ് ചെയ്യുന്നു. അതുപോലെ the width y is increasing at the rate of 4 cm/min. മിനിറ്റിൽ 4 cm വെച്ചിട്ട് വിഡ്ത്ത് എന്ന് പറയുന്നത് ഇൻക്രീസിങ് ചെയ്യുന്നു. അപ്പോൾ ഒന്ന് കുറയുകയാണ് ചെയ്യുന്നത്, മറ്റേത് കൂടുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ when x equal to 8 cm and y equal to 6 cm, x എന്ന് പറയുന്നത് 8 cm y എന്ന് പറയുന്നത് 6 cm ആകുമ്പോൾ find the rate of change of the perimeter, the area of the rectangle. അപ്പോൾ x 8 cm y 6 cm ആകുമ്പോൾ ഈ റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്ററിനുണ്ടാകുന്ന ചേഞ്ചിൻ്റെ റേറ്റും അതുമാതിരി റെക്റ്റാങ്കിളിൻ്റെ ഏരിയയ്ക്ക് ഉണ്ടാകുന്ന ചേഞ്ചിൻ്റെ റേറ്റുമാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്? കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം, ഡിക്രീസ് ചെയ്യുക എന്ന് പറഞ്ഞ കാര്യം നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ നെഗറ്റീവ് സൈൻ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുക. ഇൻക്രീസ് ചെയ്യുമ്പോൾ അത് പോസിറ്റീവ് എന്ന് പറഞ്ഞ രീതിയിലാണ് എടുക്കുക. അപ്പോൾ ഇവിടെ നിന്ന് ശ്രദ്ധിക്കുക നിങ്ങൾ, നമുക്ക് എക്സിനുണ്ടാകുന്ന റേറ്റ് ഓഫ് ചേഞ്ച് അതായത് dx/dt എന്ന് പറഞ്ഞ കാര്യം തന്നിട്ടുണ്ട്. അത് ഡിക്രീസിങ് കേസ് ആയതുകൊണ്ട് -5 cm/min. അതുപോലെ dy/dt എന്ന് പറയുന്നത് ഇൻക്രീസിങ് ആണ് തന്നിരിക്കുന്നത്. അത് 4 cm/min ആണ് തന്നിരിക്കുന്നത്.
അപ്പോൾ dx/dt എന്ന് പറയുന്നത് -5 cm/min ആണ് വരിക. ഡിക്രീസിങ് ആയതുകൊണ്ട്, ഇൻക്രീസിങ് ആയതുകൊണ്ട് പോസിറ്റീവ് ആക്കി എടുത്തു. നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റിലേക്ക് പോകുമ്പോൾ നമുക്ക് ചെയ്യേണ്ടത് എന്താണ്? പെരിമീറ്ററിന്റെ ചേഞ്ച് ആണ് വേണ്ടത്. പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 2 × x + y ആണ് ഫോർമുല വരിക. നമുക്ക് കണ്ടെത്തേണ്ടത് ഇതിന്റെ ചേഞ്ച് ആണ്. dp/dt ഈക്വൽ ടു മൾട്ടിപ്ലിക്കേഷൻ വരുന്ന കോൺസ്റ്റന്റ് ആണ് 2 അങ്ങനെ ഞാൻ എഴുതി. എക്സ് എന്ന് പറയുന്നതിന്റെ ഡെറിവേഷൻ ടിന്റെ അടിസ്ഥാനത്തിൽ dx/dt ആണ്. y എന്ന് പറയുന്നതിന്റെ ഡെറിവേഷൻ ടിന്റെ അടിസ്ഥാനത്തിൽ dy/dt ആണ്. അതുകൊണ്ട് തന്നെ ഇനി നമുക്ക് ചെയ്യാനുള്ളത് എന്താ? 2 × dx/dt എന്ന് പറഞ്ഞാൽ എത്രയാണ്? -5 പ്ലസ് dy/dt എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4 ആണ്. അതായത് -1 ആണ് ഇവിടെ വരിക. -1 × 2 എന്ന് പറഞ്ഞാൽ -2 cm/min. ഇത് എഴുതിയാൽ അതിന്റെ മീനിങ് എന്താണ്? പെരിമീറ്റർ എന്ന് പറയുന്നത് മിനിറ്റിൽ 2 സെന്റിമീറ്റർ വെച്ച് ഡിക്രീസിങ് ചെയ്യുന്നു. നെക്സ്റ്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത് ഏരിയ ആണ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ ബി പാർട്ടിലേക്ക് പോകുമ്പോൾ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെങ്ത് ഇൻറ്റു വിഡ്ത്ത് x × y വരും. രണ്ടും ടിയുമായി ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ പ്രൊഡക്റ്റ് റൂളിലൂടെ മാത്രമേ ഡെറിവേഷൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ dA/dt എന്ന് പറഞ്ഞ കാര്യം ചെയ്യുമ്പോൾ x × yന്റെ ഡെറിവേഷൻ എന്ന് പറഞ്ഞാൽ dy/dt പ്ലസ് y × x-ന്റെ ഡെറിവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ dx/dt. പ്രത്യേകം ശ്രദ്ധിക്കുക, x വിത്ത് റെസ്പെക്ട് ടു x ആണെങ്കിൽ 1 ആണ്. പക്ഷേ ഇവിടെ വിത്ത് റെസ്പെക്ട് ടു t ആണ്. അതുകൊണ്ട് dx/dt എന്ന് എഴുതാൻ മാത്രമേ നിർവാഹമുള്ളൂ. ഓക്കെ, ഇതിൽ x × dy/dt എന്ന് പറയുന്നത് തൊട്ട് മുകളിൽ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് 4 ആണെന്ന് എഴുതിയിട്ടുണ്ട്. പ്ലസ് y × dx/dt എന്ന് പറയുന്നത് -5 ആണെന്ന് എഴുതിയിട്ടുണ്ട്. അതായത് 4x - 5y. ഇതാണ് ഇപ്പോൾ നമുക്ക് മൊത്തം ചേഞ്ച് കിട്ടിയത്. തൊട്ട് മുന്നത്തെ ചോദ്യത്തിൽ ഞാൻ പ്രത്യേകം ഇതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല. 8 സെന്റിമീറ്റർ 6 സെന്റിമീറ്റർ ആയിരുന്നു പറഞ്ഞില്ല. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ നമ്മൾ ഡെറിവേഷൻ ചെയ്ത് കിടക്കുന്നതിൽ എവിടെയും എക്സും വൈയും വരാത്തത് കൊണ്ടാണ് പിന്നെ അതിനെക്കുറിച്ച് നമ്മളൊന്നും പറയാതിരുന്നത്. പക്ഷെ അവിടെ നോക്കൂ നിങ്ങൾ, എക്സും വൈയും വന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അവിടെ മൊത്തം ചേഞ്ച് നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. അവിടെ എന്ത് ചെയ്യണം? നമ്മൾ dA/dt അറ്റ് x = 8, y = 6 അപ്ലൈ ചെയ്യുമ്പോൾ 4 × 8 - 5 × 6 അതായത് 32 - 30 which is equal to 2 cm²/min. അപ്പോൾ അവിടെ അർത്ഥം എന്താണ്? മിനിറ്റിൽ 2 cm² വെച്ച് ഏരിയ എന്ത് ചെയ്യുന്നു? ഇൻക്രീസിങ് ചെയ്യുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് ഒന്ന് ശ്രദ്ധിക്കുക. എ ബലൂൺ വിച്ച് ഓൾവേസ് റിമെയിൻസ് സ്ഫെറിക്കൽ ഓൺ ഇൻഫ്ലേഷൻ ഈസ് ബീയിങ് ഇൻഫ്ലേറ്റഡ് ബൈ പമ്പിങ് ഇൻ 9 cubic centimeters ഓഫ് ഗ്യാസ് പെർ സെക്കൻഡ്. ഇവിടെ പറയുന്നത് ഒരു ബലൂൺ എന്ന് പറയുന്നത് സ്ഫെറിക്കൽ ഷേപ്പിലാണ് ഉള്ളത്. അതിനകത്തേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്? ഗ്യാസ് പമ്പ് ചെയ്തിട്ട് നിറയ്ക്കുകയാണ്. ആ നിറയ്ക്കുമ്പോൾ ഉണ്ടാകുമ്പോൾ അതിനുള്ളിലുണ്ടാകുന്ന ആ ഒരു എയറിൻ്റെ ഒരു കാര്യമാണ് എന്തായിട്ട് നമ്മൾ പറയുക? വോളിയം എന്ന് പറഞ്ഞ കാര്യമായിട്ട് പറയുക. ആ വോളിയത്തിനുണ്ടാകുന്ന ചേഞ്ച് നിങ്ങൾക്ക് ഇവിടെ തന്നിട്ടുണ്ട്. സെക്കൻഡിൽ 900 cubic centimeter ആണ് അതിൻ്റെ ചേഞ്ച് ഉണ്ടായിരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ കണ്ടെത്തേണ്ടത് find the rate at which the radius of the balloon increases when the radius is 15 centimeter. ആ റേഡിയസിനുണ്ടാകുന്ന ചേഞ്ചിൻ്റെ റേറ്റ്, അത് റേഡിയസ് 15 centimeter ആകുമ്പോൾ ഉള്ള കാര്യമാണ് നമുക്ക് ചെയ്യാനുള്ളത്. നമ്മളിതിങ്ങനെ പമ്പ് ചെയ്യുന്നതനുസരിച്ചിട്ട് സ്പെറിക്കൽ ഷേപ്പിലുള്ള ബലൂൺ ഇങ്ങനെ എന്തെങ്കിലും വീർത്ത് വരും. റേഡിയസും എന്ത് വരും? ഓട്ടോമാറ്റിക്കലി അതിന് വ്യത്യാസം വന്നുകൊണ്ടിരിക്കും. കാരണം അത് വലുതായി വന്നുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ റേഡിയസിൽ വ്യത്യാസം വന്നുകൊണ്ടിരിക്കും. റേഡിയസിൻ്റെ മൊത്തം ചേഞ്ച് അല്ല നമുക്കിവിടെ കണ്ടെത്താനുള്ളത്. 15 centimeter ആകുമ്പോൾ റേഡിയസിന് ഉണ്ടാകുന്ന റേറ്റ് ഓഫ് ചേഞ്ച് എന്താണെന്നുള്ള കാര്യം മാത്രമേ ഇവിടെ കണ്ടെത്താനുള്ളൂ. അപ്പോൾ നമുക്കിവിടെ ഒരു കാര്യം തന്നിട്ടുണ്ട്, വോളിയത്തിൻ്റെ ചേഞ്ച് തന്നിട്ടുണ്ട്. അതായത് dV/dt എന്ന് പറയുന്നത് 900 cm³/s തന്നിട്ടുണ്ട്. നമുക്കിത് സ്ഫെറിക്കൽ ഷേപ്പിലാണ്. അപ്പോൾ അതിൻ്റെ വോളിയം എന്ന് പറഞ്ഞാൽ എന്താണ് വരിക? 4/3 πr³ ആണ് വരുന്നത്. ബൈ ഫോർമുല പ്രകാരം ഞാൻ വോളിയത്തിൻ്റെ റേറ്റ് ഓഫ് ചേഞ്ച് ഒന്ന് കണ്ടുപിടിക്കുകയാണ്. dV/dt എന്ന് പറഞ്ഞ കാര്യം ചെയ്താൽ d/dt ഓഫ് 4/3 πr³. ഇത് ആറിലാണ്, ഇവിടെ ടിയിലാണ്. അപ്പോൾ നമുക്കിത് ഡെറിവേഷൻ ചെയ്യണമെങ്കിൽ ചെയിൻ റൂൾ അപ്ലൈ ചെയ്യണം. d/dr ഓഫ് 4/3 πr³ ഇൻറ്റു dr/dt. ഇതിൽ നിങ്ങൾ നോക്കുക, dV/dt 900 cm³/s ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് എന്ത് പറയാം? 900 = 4/3 π എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്, മാറ്റി എഴുതി, ഇൻറ്റു r³ ഡെറിവേഷൻ 3r² ഇൻറ്റു dr/dt. നമുക്ക് വേണ്ടത് dr/dt ആണ്. ഇവിടെ നമ്മൾക്ക് 3യും 3യും ക്യാൻസൽ ചെയ്ത് കളയാം.
അപ്പോൾ dr/dt എന്ന് പറഞ്ഞ കാര്യം ഇതിൽ നിന്ന് നമ്മൾ കണ്ടെത്തുമ്പോൾ 900/4πr² എന്ന് പറഞ്ഞ് എഴുതാം. നമുക്ക് dr/dt അല്ല കാണേണ്ടത്, dr/dt at r = 15 ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ അതിലേക്ക് പോകുമ്പോൾ dr/dt at r = 15 which is equal to 900/4π into 15 square equal to 15 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 225 ആണ്, ഇൻറ്റു 4 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 900 ആണ് വരിക. അതായത് ഇത് നമുക്ക് എന്ത് ചെയ്യാം, ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പോൾ ബാക്കിയുള്ളത് എന്താണ്, 1/π സെന്റിമീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ റേഡിയസിൽ ഉണ്ടാകുന്ന ചേഞ്ച് എന്ന് പറയുന്നത് എന്താണ്, സെക്കൻഡിൽ 1/π സെന്റിമീറ്റർ ആണ് എന്തുണ്ടാകുന്നത്, വ്യത്യാസം ഉണ്ടാകുന്നത്. ഇത് പോസിറ്റീവ് ആയതുകൊണ്ട് ഇൻക്രീസിങ് ആണെന്ന് പറയും നമ്മൾ, നെഗറ്റീവ് ആയിരുന്നുവെങ്കിൽ നമ്മൾ അത് ഡിക്രീസിങ് എന്ന് പറഞ്ഞ ആശയത്തിലേക്ക് പറയുകയും ചെയ്യും. അടുത്ത ചോദ്യത്തിലേക്ക് ഒന്ന് ശ്രദ്ധിക്കാം. എ ലാഡർ ഈസ് 5 മീറ്റർ ലോങ് ഈസ് ലീനിങ് അഗെയിൻസ്റ്റ് എ വാൾ. ഒരു ലാഡർ എന്ന് പറയുന്നത് ഒരു ചുമരിന്റെ മുകളിലേക്ക് ചാരി വെച്ചിരിക്കുകയാണ്. ആ ലാഡറിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 5 മീറ്റർ ആണ് ലെങ്ത് വരുന്നത്. ദ ബോട്ടം ഓഫ് ദ ലാഡർ ഈസ് പുൾഡ് അലോങ് ദ ഗ്രൗണ്ട്. എന്നിട്ട് അതിന്റെ അറ്റം പിടിച്ചിട്ട് എന്ത് ചെയ്യാണ്, ഗ്രൗണ്ടിലൂടെ ഇങ്ങനെ പിന്നിലേക്ക് നീക്കി കൊണ്ടുവരികയാണ്. എവേ ഫ്രം ദ വാൾ അറ്റ് ദ റേറ്റ് ഓഫ് 2 സെന്റിമീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ ആ ലെങ്ത് നമ്മൾ എക്സ് ആണെന്ന് വിചാരിക്കുകയാണെങ്കിൽ dx/dt ആണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്, 2 സെന്റിമീറ്റർ പെർ സെക്കൻഡ് തന്നിരിക്കുന്നത്. ഹൗ ഫാസ്റ്റ് ഈസ് ഇറ്റ്സ് ഹൈറ്റ് ഓൺ ദ വാൾ ഡിക്രീസിങ് വെൻ ദ ഫുട്ട് ഓഫ് ദ ലാഡർ ഈസ് 4 മീറ്റർ എവേ ഫ്രം ദ വാൾ. അതായത് നമ്മൾ പറഞ്ഞു ഈ ലാഡർ അതിന് മുകളിൽ ചാരി വെച്ചിരിക്കുകയാണ്, അതിന്റെ അറ്റം പിടിച്ച് നമ്മൾ പിന്നിലേക്ക് വലിക്കുന്ന സമയത്ത് ആ ഹൈറ്റ് എന്ന് പറയുന്നത് അത് ഡിക്രീസ് ചെയ്തു പോകും. ഈ ഹൈറ്റ് എന്ന് പറയുന്നത് 4 മീറ്റർ ആകുമ്പോൾ, വാളിൽ നിന്ന് അതിന്റെ ബോട്ടം എന്ന് പറയുന്നത് 4 മീറ്റർ അകലത്തിലായി നിൽക്കുമ്പോൾ അതിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഡിക്രീസ് ചെയ്തിട്ടുണ്ടായിരിക്കും. ആ ഡിക്രീസ് ചെയ്തിരിക്കുന്നതിന്റെ റേറ്റ് ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ ഞാൻ അതിന്റെ ഒരു ജിയോമെട്രിക്കൽ ഐഡിയ ഒന്ന് എടുക്കുകയാണ്. ഗ്രൗണ്ട് എന്ന് പറഞ്ഞ രീതിയിൽ ഞാനൊരു ലൈൻ വരച്ചിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ വാൾ എന്ന് പറയുന്ന ആശയത്തിൽ നമ്മൾ മറ്റൊരു ലൈൻ വരച്ചിട്ടുണ്ട്. ലാഡർ എന്ന് പറയുന്നത് ഇതിന്റെ മുകളിൽ നമ്മളിങ്ങനെ ചാരി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അത് വാളിന്റെ ഹൈറ്റ് വരും. ഇവിടെ നിന്ന് ഇതുവരെയുള്ള ഒരു ഡിസ്റ്റൻസിനെയാണ് എക്സ് ആയിട്ട് എടുത്തിരിക്കുന്നത്. ലാഡർ എന്ന് പറയുന്നത് അതിന്റെ ലെങ്ത് എത്ര വരുന്നുണ്ട്, 5 മീറ്റർ വരുന്നുണ്ട്. ഇവിടെ നിന്നും ഈ ലാഡർ എന്ന് പറയുന്നതിനെ ഇങ്ങനെ പിന്നിലേക്ക് അതിന്റെ അറ്റം വലിച്ചു കൊണ്ടുവരുന്ന ആ ഒരു റേറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. അതാണ് എന്ത്, dx/dt എന്ന് പറഞ്ഞ കാര്യം. അത് 2 സെന്റിമീറ്റർ പെർ സെക്കൻഡ് ആണ്. സെക്കൻഡിൽ 2 സെന്റിമീറ്റർ വെച്ചിട്ടാണ് അത് വ്യത്യാസം വരുന്നത്. ഓക്കെ, നമുക്കിവിടെ നിന്നൊരു കാര്യം ചെയ്യാം. ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണ്. അങ്ങനെയാണെങ്കിൽ ഹൈറ്റ് എന്ന് പറയുന്ന കാര്യം നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ, ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എന്തിനു തുല്യമാണ്, h² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5² - x² വരും. അപ്പൊ h എന്ന് പറഞ്ഞാൽ എന്താ വരിക, √5² - x², അതായത് √25 - x². നമുക്ക് വേണ്ടത് dh/dt ആണ്. ഹൈറ്റിനുണ്ടാകുന്ന റേറ്റ് ഓഫ് ചേഞ്ച് ആണ്, അത് ഡിക്രീസിങ് ആണ്. അത് എത്ര റേറ്റ് എന്നാണ് പറയാനുള്ളത്. ഓക്കെ, dh/dt എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ d/dt ഓഫ് √25 - x². അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെ ടി ആണ്, ഇവിടെ എക്സ് ആണ്. അപ്പോൾ നമ്മൾക്ക് ഡെറിവേഷൻ എന്ന് പറഞ്ഞ കാര്യം ചെയ്യുന്നതിന് വേണ്ടി ചെയിൻ റൂൾ അപ്ലൈ ആണ്. d/dx ഓഫ് √25 - x² ഇൻറ്റു dx/dt വിച്ച് ഇസ് ഈക്വൽ ടു √x ആണെങ്കിൽ അതിന്റെ ഡെറിവേഷൻ 1/2 √x ആണ്. അതേ രീതിയിൽ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം, 1/2 √25 - x². ഇത് മാത്രം എഴുതിയാൽ പോരാ, 25 - x² ഡെറിവേഷൻ എഴുതണം. 25 ഡെറിവേഷൻ 0 മൈനസ് x² ഡെറിവേഷൻ 2x ഇൻറ്റു dx/dt എന്ന് പറയുന്നത് ഗിവൺ കണ്ടീഷൻ ആണ്, 2 സെന്റിമീറ്റർ പെർ സെക്കൻഡ് ആണ്. അത് അവിടെ അപ്ലൈ ചെയ്തു. ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ 2ഉം ഈ 2ഉം നമുക്ക് എന്ത് ചെയ്യാം, ക്യാൻസൽ ചെയ്യാം. 0യിൽ നിന്ന് 2x മൈനസ് ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം, -2x/√25 - x². നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പൊ നമ്മൾ dh/dt ആണ് കണ്ടുപിടിച്ചത്. നമുക്ക് ഈ എക്സ് എന്ന് പറയുന്നത് 4 മീറ്റർ ആകുമ്പോഴുള്ള ഹൈറ്റിന്റെ റേറ്റ് ഓഫ് ചേഞ്ച് മാത്രം മതി. അങ്ങനെയാണെങ്കിൽ ലാസ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് ചെയ്യാനുള്ളത് എന്താണ്, dh/dt at x is equal to 4 which is equal to -2 × 4 divided by √25 മൈനസ് 4² വരും. 4² എന്ന് പറഞ്ഞാൽ 16 വരും. അതായത് -8/3. ഇവിടെ √9 വരിക, √9 എന്ന് പറഞ്ഞാൽ 3 വരും.
മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സെക്കൻഡിൽ 8/3 മീറ്റർ വെച്ച് ഇത് എന്ത് വരുന്നുണ്ട്, ഡിക്രീസും വരുന്നുണ്ട്. നമ്മുടെ ഡിക്രീസിങ് റേറ്റ് ആണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് എന്ത് എഴുതിയാൽ മതി, 8/3 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞ ആശയം എഴുതി വെച്ചാൽ ആൻസർ കംപ്ലീറ്റ് ആയി. അടുത്ത ചോദ്യത്തിലേക്ക് ഒന്ന് ശ്രദ്ധിക്കുക. എ ബലൂൺ വിച്ച് ഓൾവേസ് റിമൈൻസ് സ്പെറിക്കൽ ഹാസ് എ വേരിയബിൾ ഡയാമീറ്റർ 3/2 × 2x+1. ഒരു ബലൂൺ എന്ന് പറയുന്നത് സ്പെറിക്കൽ ഷേപ്പിലാണുള്ളത്. അതിന്റെ ഡയാമീറ്റർ എന്ന് പറയുന്നത് 3/2 × 2x+1 ആണ്. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഇറ്റ്സ് വോളിയം വിത്ത് റെസ്പെക്ട് ടു എക്സ്. എക്സിന്റെ അടിസ്ഥാനത്തിൽ അതിന്റെ വോളിയത്തിനുണ്ടാകുന്ന ചേഞ്ചിന്റെ റേറ്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ ഇവിടെ വേരിയബിൾ ഡയാമീറ്റർ തന്നുണ്ട്. അപ്പോൾ നമുക്ക് റേഡിയസ് എന്ന് പറഞ്ഞാൽ എന്തെടുക്കാം, അതിന്റെ നേരെ പകുതി എടുക്കാം. നേരെ പകുതി എന്ന് പറഞ്ഞാൽ 3/4 × 2x+1 ആണ് എന്ത് വരുന്നത്, റേഡിയസ് എന്ന് പറഞ്ഞ കാര്യം വരുന്നത്. നമുക്ക് വേണ്ടത് വോളിയത്തിന്റെ ചേഞ്ച് ആണ്. വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4/3 πr³. അതായത് 4/3 π × r³ എന്ന് പറയുന്നതിന്റെ സ്ഥാനത്ത് നമുക്ക് എന്ത് എഴുതാം, 3/4 × 2x+1 3. അതായത് 4/3 × π × 27/64 × 2x+1 3. ഇതിൽ 3 27 ക്യാൻസൽ ചെയ്യുമ്പോൾ 9 ടൈംസ് വരും, 4 16 ക്യാൻസൽ ചെയ്യുമ്പോൾ 16 ടൈംസ് വരും. അപ്പോൾ നമുക്കിതിനെ 9π/16 × 2x+1 3 എന്ന് പറഞ്ഞു എഴുതാം. നമുക്ക് വേണ്ടത് dv/dx എന്ന് പറഞ്ഞ കാര്യമാണ്. കാരണം വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്ന് പ്രത്യേകം ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഇത് ശ്രദ്ധിക്കണം. അപ്പോൾ dv/dx ആണ് നമുക്ക് കാണാനുള്ളത്. അതായത് ഇതിനെ ഡെറിവേഷൻ ചെയ്യണം. ഡെറിവേഷൻ ചെയ്യുമ്പോൾ 9π/16 എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് മാറ്റി എഴുതി. 2x+1 3 എന്ന് പറയുന്നതിന്റെ ഡെറിവേഷൻ എഴുതുമ്പോൾ 3 × 2x+1 2 എന്ന് പറഞ്ഞ കാര്യം വരുന്നു. കൂടാതെ 2x+1ന്റെ ഡെറിവേഷൻ എന്ന് പറയുന്നത് 2 × 1 + 0. എങ്ങനെയാണ് അത് ചെയ്തിരിക്കുന്നത്, 2 കോൺസ്റ്റന്റ് ആണ്, മൾട്ടിപ്ലിക്കേഷൻ വരുന്നതാണ്, മാറ്റി എഴുതി. എക്സിന്റെ ഡെറിവേഷൻ 1, 1ന്റെ ഡെറിവേഷൻ 0 ആണ് വരുന്നത്. അപ്പോൾ 2 × 1 + 0 എന്ന് പറഞ്ഞ ആശയമാണ്. ഇതല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരാശയം ചിന്തിക്കാം. ലീനിയർ ഇക്വേഷൻ ആയിട്ടാണ് വരുന്നതെങ്കിൽ അതിന്റെ ഡെറിവേഷൻ ചെയ്യുമ്പോൾ കോഎഫിഷ്യന്റ് ഓഫ് എക്സ് മാത്രം മൾട്ടിപ്ലൈ ചെയ്താൽ മതി, അതായത് 2 മൾട്ടിപ്ലൈ ചെയ്താൽ മതി എന്നർത്ഥം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിനെ ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്യാണ്. 9π/16 × 3 × 2x+1 2 × 2. ഇവിടെ നമുക്ക് 2 എന്ന് പറയുന്നത് 16 ക്യാൻസൽ ചെയ്യുന്ന സമയത്ത് 8 ടൈംസ് വരുന്നു. അതായത് ഇവിടെ 9 ഉണ്ട്, ഇവിടെ 3 ഉണ്ട്. അപ്പോൾ 9 × 3 എന്ന് പറഞ്ഞാൽ 27 വരും. 27/8 π 2x+1 2. ഇതാണ് എന്ത് വരുന്നത്, നമ്മുടെ ഫൈനൽ ആൻസർ ആയിട്ട് കയറി വരുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് ഒന്ന് ശ്രദ്ധിക്കുക. സാൻഡ് ഈസ് പവറിംഗ് ഫ്രം എ പൈപ്പ് അറ്റ് ദ റേറ്റ് ഓഫ് 12 cm³/s. ഒരു പൈപ്പിലൂടെ നമ്മൾ മണൽ എന്ന് പറയുന്ന കാര്യം എന്ത് ചെയ്യാണ്, ഒഴിക്കുകയാണ്. പവർ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒഴിക്കുക എന്ന് പറഞ്ഞ മീനിങ് ആണ് വരുന്നത്. അങ്ങനെ ഒഴിക്കുന്ന സമയത്ത് അത് ഗ്രൗണ്ടിൽ കോൺ എന്ന് പറയുന്ന ആശയം ക്രിയേറ്റ് ചെയ്യുന്നു. ആ കോൺ എന്ന് പറയുന്നതിന് ഹൈറ്റ് ഉണ്ടാവും എന്നുള്ള കാര്യം നമുക്കറിയാം. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് നമ്മുടെ ക്വസ്റ്റ്യൻ നിൽക്കുന്നത്. ഇപ്പോൾ ബാക്കി ഭാഗങ്ങളിലേക്കൊന്ന് പോവാം. The falling sand forms a cone on the ground in such a way that the height of the cone is always 1/6 of the radius of the base. അത് ഉണ്ടാകുമ്പോൾ ആ കോൺ എന്ന് പറയുന്നതിന്റെ ബേസ് എന്ന് പറയുന്ന ഒരു സർക്കിൾ ആണ് ഉണ്ടാവുക. അപ്പോൾ അതിനൊരു റേഡിയസ് ഉണ്ടായിരിക്കും. ആ റേഡിയസും ആ കോണിന്റെ ഹൈറ്റും തമ്മിലൊരു ബന്ധം പറയുന്നുണ്ട്. എന്താ പറയുന്നത്, 1/6 of the radius of the base. റേഡിയസ് എന്ന് പറയുന്നതിന്റെ, ബേസ് റേഡിയസ് എന്ന് പറയുന്നതിന്റെ 1/6 ആണ് എന്തായിട്ട് വരുന്നത്, ഹൈറ്റ് ഓഫ് ദ കോൺ ആയിട്ട് വരുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ മുമ്പിലുള്ള ചോദ്യം, ഹൗ ഫാസ്റ്റ് ഈസ് ദ ഹൈറ്റ് ഓഫ് ദ സാൻഡ് കോൺ ഇൻക്രീസിംഗ് വെൻ ദ ഹൈറ്റ് ഈസ് 4 cm. ഹൈറ്റ് 4 cm ആകുമ്പോൾ ഹൈറ്റിനുണ്ടാകുന്ന റേറ്റ് ഓഫ് ചേഞ്ച് തന്നെയാണ് നമുക്ക് കണ്ടെത്താനുള്ളത്. അപ്പോൾ നമുക്കിവിടെ തന്നിരിക്കുന്നത് ഒരു പൈപ്പിലൂടെ നമ്മൾ എന്ത് ചെയ്യാണ്, മണലിങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ പൈപ്പിലൂടെ നമ്മൾ ഒഴിക്കുന്ന മണൽ ഉണ്ടാക്കുന്നത് എന്താണ്, ഒരു കോണാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ശരിക്കും കോണിന്റെ വോളിയത്തിന്റെ ചേഞ്ച് ആണ് ഇവിടെ എന്ത് തന്നിരിക്കുന്നത്, 12 cm³/s എന്ന് പറഞ്ഞ കാര്യം തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് പറയാം, dv/dt എന്ന് പറയുന്നത് 12 cm³/s ആണെന്ന് പറയാം. പിന്നെ കോണിന്റെ ഹൈറ്റ് h ആയിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഹൈറ്റും റേഡിയസും തമ്മിലുള്ള ബന്ധം എന്താണ്, 1/6 റേഡിയസ് എന്ന് പറഞ്ഞത്. അപ്പോൾ 1/6 6 വരും. ഇവിടെ നമുക്ക് എന്ത് പറയാം, റേഡിയസ് എന്ന് പറയുന്നത് 6h തുല്യമാണ് എന്നുള്ള ആശയം പറയാം. കോണിന്റെ വോളിയം എന്ന് പറഞ്ഞാൽ എത്രയാണ് വരിക, 1/3.
പൈ ആർ സ്ക്വയർ എച്ച് 1/3 പൈ ആർ എന്ന് പറയുന്നതിന് പകരം 6h അപ്ലൈ ചെയ്യാണ്. അപ്പോൾ 6h ഹോൾ സ്ക്വയർ ഇൻറ്റു എച്ച്, അതായത് 1/3 പൈ ഇൻറ്റു 36 ഇൻറ്റു എച്ച് ക്യൂബ്. എച്ച് സ്ക്വയർ ഇൻറ്റു എച്ച് വരും, അതാണ് എച്ച് ക്യൂബ് ഞാൻ ആക്കിയത്. 3 എന്ന് പറയുന്നത് 36 ക്യാൻസൽ ചെയ്യുമ്പോൾ 12 വരും, അതായത് 12 പൈ എച്ച്. വോളിയം എന്ന് പറയുന്നതിന്റെ സിംപ്ലസ്റ്റ് ഫോം ഓഫ് എത്രയാണ് കിട്ടുക? 12 പൈ എച്ച് ക്യൂബ് എന്ന് പറഞ്ഞ കാര്യമാണ് കിട്ടുന്നത്. dv/dt 12 ആണെന്ന് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ വി എന്ന് പറയുന്നത് 12 പൈ എച്ച് ക്യൂബ് ആയതുകൊണ്ട് dv/dt നമ്മൾ ഫോർമുല ഉപയോഗിച്ചുകൊണ്ടൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാണ്. കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് dv/dt ഈക്വൽ ടു d/dt ഓഫ് 12 പൈ എച്ച് ക്യൂബ്. ഇതിനെ നമുക്ക് ഇങ്ങനെ ഡെറിവേഷൻ ചെയ്യാൻ പറ്റുകയില്ല, അതുകൊണ്ട് നമ്മൾ ഇതിനെ എന്ത് ചെയ്യാണ്? d/dh ഓഫ് 12 പൈ എച്ച് ക്യൂബ് ഇൻറ്റു dh/dt, അതായത് 12 പൈ ഇൻറ്റു 3h സ്ക്വയർ ഇൻറ്റു dh/dt. ഇത് എത്രയാണെന്ന് അറിയാം നമുക്ക്. 12 ആണ് എന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പോൾ ഇവിടെ കിടക്കുന്ന 12ഉം പുറത്ത് കിടക്കുന്ന 12ഉം നമുക്ക് എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്ത് കളയാം. ഇവിടെ നിന്ന് dh/dt എന്ന് പറഞ്ഞ കാര്യം അറേഞ്ച് ചെയ്യുമ്പോൾ dh/dt ഈക്വൽ ടു, ഇത് മാത്രം അവിടെ നിർത്തുക, ബാക്കി എല്ലാത്തിനും അപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുപോവുക. 1 പൈ ഉണ്ട്, 3h സ്ക്വയർ ഉണ്ട്, 3h സ്ക്വയർ പൈ. നമുക്ക് വേണ്ടത് dh/dt അറ്റ് 4 സെന്റിമീറ്റർ ആകുമ്പോഴാണ്. അപ്പോൾ h എന്ന് പറയുന്നത് എത്രയായിരിക്കണം? 4 സെന്റിമീറ്റർ ആയിരിക്കണം. അതായത് 1/3 ഇൻറ്റു 4 സ്ക്വയർ ഇൻറ്റു പൈ. 4 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 16 ആണ്. 16 ഇൻറ്റു 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 48 ആണ്. 1/48 പൈ സെന്റിമീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ആ ഹൈറ്റ് എന്ന് പറയുന്നതിന്റെ ഇൻക്രീസ് റേറ്റ് എത്രയാണ്? 1/48 പൈ ആണ് സെക്കൻഡിൽ വരുന്നത്. ഇത്രയും ക്വസ്റ്റ്യൻസുകളാണ് നമുക്ക് ഈ ഒരു സെക്ഷനിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. പരമാവധി ക്വസ്റ്റ്യൻസുകൾ നമ്മളതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ ഒന്ന് നമ്മൾ മാറ്റി നിർത്തിയ ഒരു ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ടോട്ടൽ റവന്യൂവിൽ നിന്ന് മാർജിനൽ റവന്യൂവിലേക്ക് എത്തുന്നതും ടോട്ടൽ കോസ്റ്റിൽ നിന്ന് മാർജിനൽ കോസ്റ്റിലേക്ക് എത്തുന്നതുമാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ തരുമ്പോൾ തന്നെ നിങ്ങൾക്ക് ടോട്ടൽ റവന്യൂ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ തരും. മാർജിനൽ റവന്യൂവിലേക്ക് എത്തണമെങ്കിൽ അതിനെ ജസ്റ്റ് ഡെറിവേഷൻ ചെയ്യുക. എക്സ് എന്ന് പറയുന്നതിൻ്റെ ഒരു പർട്ടിക്കുലർ കേസ് പറഞ്ഞിട്ടുണ്ടാവും, അത് ജസ്റ്റ് അപ്ലൈ ചെയ്യുക മാത്രമേ ചെയ്യാനുള്ളൂ. സാധാരണ കൊമേഴ്സ് ബാച്ചിനാണ് അങ്ങനെയുള്ള ചോദ്യങ്ങൾ വരാറുള്ളത്, അതുകൊണ്ടാണ് നമ്മളത് ഇന്നത്തെ ക്ലാസ്സിൽ അത് ഉൾപ്പെടുത്താതിരുന്നത്. അതുപോലെ ടോട്ടൽ കോസ്റ്റിൽ നിന്ന് മാർജിനൽ കോസ്റ്റിലേക്ക് എത്തുന്ന ഒരു ഐഡിയയും. ആ സെക്ഷനിൽ വരുന്ന പ്രധാനപ്പെട്ടിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസുകളും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നമ്മുടെ ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെടുന്ന ഒരു പാർട്ടാണിത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇന്ന് ക്ലാസ്സിൽ പറഞ്ഞു കഴിഞ്ഞിട്ടുള്ള എല്ലാ ചോദ്യങ്ങളും അതുപോലെ നിങ്ങൾ പഠിച്ചു വെക്കുക. ഷുവറായിട്ട് നിങ്ങൾക്ക് ഈ ഭാഗത്തു നിന്നുള്ള മാർക്ക് മുഴുവനായിട്ട് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ ഇനി ഫോക്കസ് ഏരിയയുടെ അടുത്ത സെക്ഷനുമായിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ.